എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നീതുവിൻ്റെ വീട്ടിലോട്ട് നമ്മുടെ ഹരീഷും സുധീഷും വരികയാണ്. കാരണം നീതുവിൻ്റെ ചേട്ടൻ നിഖിൽ നീതുവിനെയും ഹരീഷിനെയും വർക്ക്ഷോപ്പിൽ വെച്ച് കണ്ട കാര്യം വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിലോട്ട് വരുന്ന നീതുവിനെ അതിൻ്റെ പേരിൽ നിഖിലും അച്ഛനും അമ്മയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴും നീതു ഉറച്ചൊരു തീരുമാനമാണ്, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ അമ്മയോടൊക്കെ ഉറച്ച തീരുമാനം പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, എടി അവൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലേ, ആ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല, അതുപോലെ തന്നെ ആർക്കും അവരുടെ കുടുംബത്തെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് രീതിയിൽ ഹരീഷിനെ കുറ്റപ്പെടുത്തും. പക്ഷേ നീതു അതൊന്നും ഗൗനിക്കത്തില്ല. നീതു പറയും, ഞാൻ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ, അവൻ അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരന് എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന നിഖിലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിഖിൽ നേരെ രണ്ട് കൂട്ടുകാരുമായിട്ട് അങ്ങ് ഹരീഷിനെ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് ഹരീഷ് വർക്ക്ഷോപ്പിലാണ്. അവിടെ ഭാസ്കരൻ മാത്രമേ ഇരിപ്പുള്ളൂ. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എടോ ഇവിടെ വേറെ ആരും ഇല്ലയെന്ന് ചോദിക്കും. എന്താടാ ഞാനിവിടെ വടിപോലിരിക്കുന്നത് നീ ഒന്നും കാണുന്നില്ലയെന്ന് ചോദിക്കും. വേറെ ആരും ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്താണ് സുഭാഷും സുധീഷും കൂടി വരുന്നത്. സുധീഷ് അല്ലാതെ വലിയ വിഷമത്തിലാണ്, നിധിയായിട്ട് വക്കീലിനെ പോയി കണ്ട ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വന്നിട്ട് ചോദിക്കും, അവനെവിടെ ഹരീഷ്, അവനെ കാണണമെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകണമെന്ന് ചോദിക്കും. എന്താടാന്ന് ചോദിക്കും. അവനെ ചോദിക്കും, നീ എല്ലാം കൂടി ചേർന്ന് എന്ത് ഉദ്ദേശിച്ചാന്ന് ചോദിക്കും. അപ്പം സുധീഷ് ചോദിക്കും, എന്താ കാര്യം, അവന് ഈ ലോകത്ത് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ, എൻ്റെ പെങ്ങളെ തന്നെ വേണമെന്ന് ചോദിക്കും. നിൻ്റെ പെങ്ങളെ എൻ്റെ അന്യം പ്രേമിക്കുന്നതിന് ഞങ്ങളെന്തോ എന്ന് ചോദിക്കും. അവളെ ഒരു കാരണവശാലും ഈ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ചുകൂടെ നിങ്ങൾ ആരും കരുതണ്ടെന്ന് പറയും. അയ്യോടാ, ആര് പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ, ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. എടാ, എൻ്റെ അനിയനല്ല അവളുടെ പുറമേ നടക്കുന്നത്, അവൾ 24 മണിക്കൂർ അവൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരിക്കുന്നത്. നിൻ്റെ പെങ്ങളെ നീ പോയി ആദ്യം നിയന്ത്രിക്കുക, അല്ലാതെ ഇവിടെ വന്ന് എൻ്റെ അനിയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിഖിലും സുധീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സുധീഷിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഫീൽ ചെയ്യുന്നത് ഹരീഷിനൊരു പ്രശ്നമുണ്ടായ സുധീഷുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് അവർ തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഹരീഷിന് വേണ്ടി സുധീഷ് വാദിക്കുകയാണ്. ആ സമയത്ത് ഇവരും ആ സുധീഷുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യാങ്കളി അടിയുടെ ഒരു വ്യവസ്ഥയിലെത്തും. ആ സമയത്ത് സുഭാഷ് വന്നിട്ട് പറയും, നിങ്ങൾ ഇത് വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കാതെ. എന്നിട്ട് നിഖിൽ പറയും, നിങ്ങളുടെ പെങ്ങൾക്ക് എൻ്റെ അനിയനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ആലോചിക്കാം, നമുക്ക് ഹരീഷിന് വേണ്ടി ആ കുട്ടിയെ ആലോചിക്കാമെന്ന് പറയും. ഉടനെ പറയും, ഇങ്ങനൊരു വീട്ടിലോട്ട് അതും ഒരു മെക്കാനിക്കലിന് എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ച് കൊടുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ലെന്ന് പറയും. എങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ചാടാതെ നീ നിൻ്റെ വീട്ടിൽ പോടാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പിന്നെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ സുഭാഷ് പറയും, നിങ്ങൾ സമാധാനപരമായിട്ട് വീട്ടിൽ പോയി ആലോചിച്ചതിന് ശേഷം നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയും. ഞങ്ങൾക്കൊന്നും ആലോചിക്കാനില്ല, അവൻ മേലെ എൻ്റെ പെങ്ങളെ കാണാനോ സംസാരിക്കാനോ പാടില്ല. സുഭാഷ് ഒരു ഒത്തുതീർപ്പിൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന അവസാനം എങ്ങനെയും കോംപ്രമൈസ് ആക്കി അവരെ തിരിച്ച് വീട്ടിലോട്ട് വിടുന്നുണ്ട്. അതിനുശേഷം ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലോട്ട് വരുന്നുണ്ട് ഹരീഷ്. അതിന് മുന്നേ തന്നെ സുഭാഷ് സുധീഷിനോട് പറയും, ഒരു കാരണവശാലും ഹരീഷ് ഈ വിവരമൊന്നും അറിയരുത്, നീതുവിൻ്റെ ചേട്ടൻ ഇവിടെ വന്ന കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നാമതൊരു ദേഷ്യക്കാരനെ നേരെ അങ്ങോട്ട് പോകും, പിന്നെ പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് പറയും. പക്ഷേ സുധീഷ് പറയത്തില്ല. ആ സമയത്ത് ഭാസ്കരൻ വന്നിട്ട് പറയും, എടാ നീ പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ആങ്ങളെ വീട്ടിൽ വന്നിരുന്ന് ബഹളം വെക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് തുടങ്ങും. ആ സമയത്ത് പെട്ടെന്ന് സുഭാഷ് അറിയത്തുമില്ല ഭാസ്കരൻ ഈ കാര്യം പറയുന്നത്. അപ്പോഴത്തേക്ക് ചോദിക്കും, ആരും വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് നിങ്ങളീ പറയുന്നത്. ഉടനെ പോയി എന്താ 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 സുധീഷേട്ടാന്നൊക്കെ ചോദിക്കും. അപ്പോഴും പറയും, ഇങ്ങനെ നീതുവിൻ്റെ ചേട്ടനെ ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി കാര്യമൊക്കെ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷിനങ്ങ് ദേഷ്യം കയറി വരും. ആഹാ, അവൾ എൻ്റെ വർക്ക്ഷോപ്പിൽ കയറി വന്നിരുന്ന് എന്നോട് സംസാരിക്കുന്നതിന് അവനെതിന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷ് നേരെ നീതുവിനെ ഫോൺ ചെയ്യുകയാണ്. നീതു പറയും, ഞാൻ അറിഞ്ഞില്ല ഹരീഷ്, ചേട്ടൻ വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞില്ല, വീട്ടിലോട്ട് വരുന്ന കാര്യം പോലും ഞാൻ ഒരു കാരണവശാലും അറിഞ്ഞ കാര്യമില്ലെന്നൊക്കെ നീതു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷൻ പറയും, ഇത് നമ്മൾ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറയും. അങ്ങനെ ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് സുധീഷൻ നേരെ പോകുന്നത് നമ്മുടെ നീതുവിൻ്റെ വീട്ടിലോട്ടാണ്. ആ വീട് കാണുന്നതും നമ്മുടെ സുധീഷ് പറയും, പിന്നെ ഈ കോഴിക്കോട് കൂടല്ലേ ഈ വീട്ടിലുള്ള താമസിക്കുന്നവനാണോ വന്നിട്ട് നമ്മുടെ വീട്ടിനെ കുറ്റം പറയുന്നത്, ഓ ഇതെന്തോ വലിയ കൊട്ടാരമെന്ന മട്ടിലാണല്ലോ അവൻ നമ്മളെ പുച്ഛിച്ചത്, നമ്മുടെ കൊള്ളാത്ത വീടാ, ഒരു ഇതുമില്ല, പിന്നെ നമ്മളെക്കുറിച്ച് പുറത്തുനിന്നുള്ള അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് അവൻ പറഞ്ഞിട്ട് പോയത്, ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷും സുധീഷും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങിച്ചെല്ലും. എന്താ കാര്യം നോക്കും. നിങ്ങളുടെ മോൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് നോക്കും. ഉടനെ ചോദിക്കും, എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്, നീ അല്ലേടെ എൻ്റെ മോളുടെ പുറമെ നടക്കുന്നതെന്ന് നോക്കും. നിങ്ങളുടെ മോളുടെ പുറമെ ഞാൻ നടന്നിട്ടില്ല, അവളാണ് എൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് എപ്പോഴും വന്നിരിക്കുന്നതെന്ന് പറയും. ഉടനെ നിഖിലും അങ്ങോട്ട് വരും, എടാ നീയൊക്കെ പിന്നെയും പ്രശ്നം ഉണ്ടാകാൻ വന്നില്ലേ, നീ അല്ലേടെ ഞങ്ങളുടെ വീട്ടിൽ നിൻ്റെ കൂട്ടുകാരെയും കൊണ്ടുവന്ന്
പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത്. നീ എന്ത് ചെയ്തു? ഞങ്ങൾ പേടിച്ചങ്ങ് ചുരുണ്ടിരിക്കുവാന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലങ്ങ് വാക്ക് തർക്കവും. ഹരീഷിൻ്റെ സംസാരം കേട്ടുകൊണ്ട് നീതു പുറത്തിറങ്ങി വരും. നിൻ്റെ പെങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ എനിക്ക് അവളെ അന്തസ്സായിട്ട് വിവാഹം കഴിച്ച് പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് പറയും, അവിടെ പറയും എൻ്റെ പെങ്ങ് നിന് ഇഷ്ടമല്ലെങ്കിൽ ഉടനെ നീതു പറയും എനിക്കിഷ്ടമാണ്, കയറിപ്പൊടി അകത്തുനിന്ന് നിഖിൽ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയാണ്. അപ്പോഴത്തേക്ക് നീതുവിൻ്റെ അച്ഛൻ പറയും, നിങ്ങളുടെ വീട്ടിനെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നാട്ടിൽ ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചാൽ എനിക്കൊരു താല്പര്യമില്ലെന്ന് പറയും. ഇനി മേലെ നീ അവളെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് പറയും. ഉടനെ ഹരീഷ് പറയും, ഞാൻ അവളെ കാണാൻ ശ്രമിച്ചിട്ടില്ല, അവളാണ് എന്നെ കാണാൻ വേണ്ടി എപ്പോഴും വർക്ക്ഷോപ്പിലോട്ട് വരുന്നത്. നിങ്ങളുടെ മോളോട് ചോദിക്കാൻ പറയും. ആ ശരിയാ, ഞാൻ ആ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോകുന്നതെന്ന് പറയും. ഉടനെ നീതുവിൻ്റെ അമ്മ നീതുവിനെ പിടിച്ച് വലിച്ചങ്ങ് അകത്തോട്ട് കൊണ്ടുപോവാണ്. അവസാനം അവിടെ നിന്ന് നിഖിലും സുധീഷും കൂടി പിന്നെയും പ്രശ്നമാകുമെന്ന് കരുതി നീതുവിൻ്റെ അച്ഛൻ പറയും, ഹരീഷ് നീ ദയവ് ചെയ്ത് നിൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറയും. അങ്ങനെ സുധീഷിനെ വിളിച്ചുകൊണ്ട് ഹരീഷ് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം കൂടി ചേർന്ന് നീതുവിനെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് നോക്കി, നിനക്ക് എന്തിൻ്റെ കേടാടി? നീ കോളേജിൽ പോയാൽ പഠിക്കുകയാണോ അത് പ്രേമിക്കാനാണോ പോകുന്നത്? പ്രേമിക്കുന്നതിന് കൊള്ളാൻ നല്ലൊരുത്തനെ പ്രേമിക്കണം. ഇത് ഒരു പുറത്തിറങ്ങിയ ഒരു മനുഷ്യർക്ക് പോലും ഒരു നല്ല അഭിപ്രായം ഇല്ലാത്തൊരു വീട്ടിലെ ഒരുത്തനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണം, അതും ഒരു മെക്കാനിക്കലിനെ. പിന്നെ ആ വീട്ടിലാണെങ്കിൽ 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ്, ഒരു സ്ത്രീകൾ പോലും ആ വീട്ടിലില്ല. ആ വീട്ടിൽ സ്ത്രീകളില്ലാത്തതാണ് ഇപ്പോൾ കുഴപ്പം. സുധീഷിൻ്റെ അമ്മ ഹരീഷിൻ്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ, അവർ മരിച്ചു പോയോണ്ടല്ലേ, അവർ ജീവിച്ചിരുന്നെങ്കിൽ അവിടെ സ്ത്രീ ഉണ്ടാകുമായിരുന്നല്ലോ. പിന്നെ ഓരോരുത്തർ വിവാഹം കഴിക്കുമ്പോൾ ഓരോ സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടു ചെല്ലും, അതിനെത്ര പറയാനെന്തോ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു അങ്ങ് ഹരീഷിന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നീതുവിൻ്റെ അമ്മ പറയും, നിൻ്റെ തലയിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ജോലി, നീ എത്ര കിടന്ന് ബഹളം വെച്ചാലും ശരി നിന്നെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചയക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ നീതുവിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീതുവിൻ്റെ അമ്മ. അതിനുശേഷം നീതു അവിടെ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയി കഥ ഉടച്ച് നീതുവും ഇരിക്കുകയാണ്. അതിനുശേഷം നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ പറയും, ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ അച്ഛൻ്റെ ഓട്ടോയിൽ അമ്മയും കൂടി ചേർന്ന് രണ്ടുപേരും കൂടി അങ്ങ് ഹരീഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെ വന്ന് അവിടെ കിടന്നങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ ഭാസ്കരൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ഉടനെ പറയും, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അവൻ വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നത് കണ്ണി കണ്ട പെമ്പിള്ളാരെ പിടിച്ച് വർക്ക്ഷോപ്പിൽ ഇരുത്തുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ അച്ഛനങ്ങ് സംസാരിക്കുകയാണ്. നീതുവിൻ്റെ അമ്മയും പറയും, എന്ത് സംഭവിച്ചാലും ശരി എൻ്റെ മോളെ ഈ വീട്ടിലോട്ട് വിവാഹം കഴിക്കാൻ ചയക്കുന്നില്ല, കണ്ടില്ല ഇങ്ങനൊരു വീട്ടിലോട്ടാണോ ഞാൻ എൻ്റെ മോളെ പറഞ്ഞയക്കണം എന്നൊക്കെ ചോദിക്കും. ഉടനെ സുധീഷ് വന്നിട്ട്, നിങ്ങളുടെ കൂടെ സംസാരിക്കൊന്നും വേണ്ട, കോഴിക്കോട് പോലുള്ളൊരു വീടല്ലേ നിങ്ങളുടേത്, നിങ്ങൾ ഞങ്ങളുടെ വീടിനെ കുറ്റം പറയുന്നത്, അത്ര വലിയ മഹാത്മ്യം നിങ്ങൾക്കില്ലല്ലോ, വലിയ കുടുംബപശ്ചാത്തലമോ. അതെ, ഞങ്ങൾക്ക് വലിയ വീട് സൗകര്യങ്ങളൊന്നുമില്ല, എങ്കിലും പുറത്തിറങ്ങിയ നാട്ടുകാരും ഞങ്ങളെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയുന്നില്ലെന്ന് പറയും. പിന്നെ ഞങ്ങളെക്കുറിച്ച് ആരെന്തോ പറയാനും, നിങ്ങളെക്കുറിച്ച് പുറത്ത് നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ പറയും, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് ചോദിക്കും. അങ്ങനെ പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നത്, നിങ്ങൾ ഇവിടെ കിടന്ന് വെറുതെ ബഹളം മകളുടെ കാര്യം, ഞാൻ നിങ്ങളുടെ മകളോട് പറഞ്ഞായിരുന്നല്ലോ ആ കുട്ടിയും ഹരീഷും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം ആലോചിക്കാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ, താല്പര്യമില്ലെങ്കിൽ വേണ്ട, പിന്നെ എന്തിനാ അതിൻ്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചിടാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇത് ഒന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളും നിങ്ങളുടെ മകനും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സുഭാഷ് മാന്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നിധി അകത്തുനിന്ന് കേൾക്കുകയാണ്. അപ്പം നിധിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാനും പറ്റത്തില്ല. ഉടനെ സ്ത്രീകൾ പോലും വാഴാത്ത ഈ വീട്ടിലോട്ട് എൻ്റെ മോളെ കൊണ്ടുവരണമെന്നൊക്കെ നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷിനെ നിധി അവിടുന്ന് വിളിക്കുകയാണ്. എന്താ അങ്ങനെ നിധി വന്ന് സുധീഷിനെ കൈ പിടിച്ചിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് വരും. എന്താ നിധി നോക്കും, എൻ്റെ താലിമാല ഇത് നോക്കും. താലിമാലയോ? ആ താലിമാല അകത്ത് റൂമിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തുകൊണ്ട് വരാൻ പറയും. എന്തിനാ? പോയി പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ സുധീഷേന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് പറയും, ഇനി ആ താലിമാല അങ്ങനെ വിറ്റിട്ട് ഹരീഷിനെ കല്യാണം നടത്താനങ്ങനെ ഇവിടെ ആലോചിക്കുമോ? അപ്പോഴത്തേക്കും എന്താ എടുത്തില്ല? അതാ കൊണ്ടുവരുന്നു എന്ന് പറയും. അങ്ങനെ താലിമാല മേടിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ താലി എടുത്താൽ കഴുത്തിലിടും. അപ്പോഴത്തേക്ക് സുധീഷിന് എന്ത് ചെയ്യാമെന്ന് അറിയാൻ പറ്റും. സുധീഷിനൊക്കെ ഭയങ്കര സന്തോഷവും, കാരണം താലിമാല ഒരു കൈ കൊടുത്തിട്ട് സുധീഷിനെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചങ്ങ് താലിമാല കഴുത്തിലിടുവാണ്. എന്നിട്ട് നിധി ഇറങ്ങി ചെല്ലുകയാണ്. ആ സമയത്ത് നിധി ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കും. അത് ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കും. ഞാനീ നിൽക്കുന്ന സുധീഷിൻ്റെ ഭാര്യയാന്ന് പറയും. ഭാര്യയോ? അപ്പോൾ അവർ നോക്കുമ്പോൾ കഴുത്തിൽ താലിയും സിന്ദൂരവും കിടക്കുന്നത്. ഉടനെ പറയും, നിങ്ങളീ പറയുന്ന കണക്ക് ഈ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മാന്യമായിട്ട് നോക്കാനുള്ള എല്ലാവിധ പ്രാപ്തിയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത്. ഹരീഷിന് തന്നെ മാന്യമായിട്ടൊരു തൊഴിലറിയാം, അവനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് പറയും. പിന്നെ നിങ്ങളെപ്പോഴും പറഞ്ഞല്ലോ 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണിത്. ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. 5 ആണുങ്ങൾ മാത്രം ഉള്ളൊരു വീട്ടിലോട്ടാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 5 മാസം, ഇതുവരെ ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സുഭാഷേട്ടൻ തന്നെ എന്നെ ഒരു സ്വന്തം പെങ്ങളുടെ കണക്കാണ് നോക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. നീ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ മോളെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് പിന്നെ നിന്നെ കണ്ടാലും അറിയാം നീ നല്ല സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നുണ്ടോയെന്നൊക്കെ പറയും. എന്താ നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടോയെന്ന് പറയും. എനിക്കൊരു സംശയവും തോന്നേണ്ട കാര്യമില്ല.
എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല, അതിനല്ല ഞാൻ അത്ര ഇവിടെ പഠിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് പറയും. അവരെ എൻ്റെ മോളെ കേട്ടാൽ എന്ത് യോഗ്യതയുള്ളവർ പഠിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഹരീഷിനെ പിന്നെ അങ്ങ് ഇവരെ ആക്ഷേപിക്കുകയാണ്. ഇവരെ നിങ്ങളുടെ സുഭാഷണം സംസാരിച്ചല്ലോ, നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്കും താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം ആലോചിക്കാമെന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്കണം. പിന്നെ അതിൻ്റെ പേര് സംസാരമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ബഹളം വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞ് ഇഷ്ടമല്ല നിങ്ങൾക്ക് പോകാൻ പറയും. അങ്ങനെ നിധി അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നിധിയുടെ പെർഫോമൻസ് എല്ലാം കണ്ടിങ്ങനെ നികേഷും സുധീഷും എല്ലാം ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവരങ്ങ് പോവുകയാണ്. അതിനുശേഷം നികേഷ് പറയും, ഏട്ടത്തി ഇത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. പിന്നെ അല്ലാതെ വെറുതെ വന്ന് കിടന്ന് വീട്ടിൽ വന്നത് ബഹളം വെക്കുന്നത്. സുഭാഷേട്ടൻ പറഞ്ഞില്ലയോ അവർക്കും കുട്ടിക്കും താല്പര്യമാണ് നമുക്ക് വിവാഹം ആലോചിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അതെ ഞാനതാ നിധി അന്ന് പോയി വീടും ഹരീഷ് ഒക്കെ കണ്ടപ്പോൾ ഞാനും ഹരീഷും പറഞ്ഞു, അവരുടെ ഒരു കൊച്ചു കോഴിക്കോട് പോലൊരു വീട്ടിൽ കിടന്നിട്ട് അവർ നമ്മുടെ വീടിനെ കുറ്റം പറഞ്ഞു. നമ്മുടെ വീട് ഒന്നുമില്ലെങ്കിലും പഴയതാണ്, ഒരു വലിയ വീടല്ലേ എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറിയ ശേഷം താലിമാല ഊരുവാണ്. ഉടനെ സുധീഷ് അയ്യോ നിധി മാല ഊരല്ലെന്നൊക്കെ പറയും. ഉടനെ പറയും സുധീഷിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കും, എന്നാ ഇത് സൂക്ഷിച്ച് വെച്ചോളാൻ പറയും. അല്ല നിധി ഇത് കഴുത്തിന്ന്. ഉടനെ പറയും, കണ്ടോ സുഭാഷ് ചേട്ടാ, അവളിത് കഴുത്തിയിട്ടപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഊരി തരത്തില്ലെന്ന്. അത് അവിടെ വന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും അവൾ വാങ്ങിച്ച് കഴുത്തിയിട്ടേന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവളത് കഴുത്തിലിടുന്നുണ്ടല്ലോ. പിന്നെ അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്നുണ്ടല്ലോ എൻ്റെ ഭർത്താവാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അവളെന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ സുധീഷ് നിധിയോട് സുഭാഷിനോട് പറയുന്നുണ്ട്. അതിനുശേഷം സുധീഷ് പറയും, എടാ നമുക്കേ ഒന്ന് പുറത്തു പോയാലോ. അപ്പം നികേഷ് പറയും, എങ്ങോട്ട് പോകാൻ? നീ നിധിയോട് ചെന്ന് പറ, നമുക്ക് പുറത്തൊരു ഔട്ടിങ്ങിന് പോകാമെന്ന്, ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിട്ടാന്ന് പറയും. നീ പറഞ്ഞാൽ നിധി വരുമെന്ന് പറയും. സുധീഷിട്ടപ്പോൾ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ അവൾ വരുത്തില്ല, നീ പോയി ചോദിക്കാൻ പറയും. അങ്ങനെ നികേഷ് എന്നിട്ട് നിധിയോട് പറയും, ഏട്ടത്തി നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കും. എവിടെ നികേഷ്? വെറുതെ ജസ്റ്റ് ഒരു ഔട്ടിങ് എന്ന് പറയും. അതിനെന്താ പോകാമല്ലോ എന്ന് പറയും. അങ്ങനെ പറയും, നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്ന അച്ഛൻ്റെ അടുത്തോട് ചോദിക്കണ്ടേ. അപ്പോൾ നികേഷ് പറയും, അതൊന്നും വേണ്ട, അങ്ങനെ കൊണ്ടുപോയി വെറുതെ ഒരു പ്രശ്നമാവുമെന്ന് പറയും. അപ്പോൾ നിധി പറയും, നികേഷ് അങ്ങനൊന്നും പറയല്ലോ എന്ന് പറയും. ഉടനെ പറയും, ഞാൻ ചോദിക്കത്തില്ല, ഏട്ടത്തി പോയി ചോദിക്കാൻ പറയും. അങ്ങനെ നിധി ചെന്നിട്ട് ഭാസ്കരനോട് ചോദിക്കും, അച്ഛാ ഞങ്ങളൊന്ന് പുറത്ത് പോവുക, അച്ഛനും കൂടി വരണമെന്ന് പറയും. ഞാനും കൂടിയോ? അച്ഛനും കൂടി വരണമെന്ന് പറയും. അല്ല എനിക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ വരുന്നതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, അച്ഛനും കൂടി വരണമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിൽ പോയി നിന്ന് എല്ലാവരും കൂടി സന്തോഷമായിട്ടിരുന്നപ്പം ഹരീഷ് പറയും, എനിക്ക് വർക്ക്ഷോപ്പിൽ വിളിച്ച് ജോലിയുണ്ട്, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അതെന്താ ഹരീഷ്? ഒന്നുമില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഹരീഷ് വർക്ക്ഷോപ്പിൽ പോവും. അങ്ങനെ സുഭാഷും സുധീഷും നികേഷും ഭാസ്കരനും നിധിയുമായിട്ടാണ് ബീച്ചിൽ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് നിധി പറയും, വാ നികേഷ് നമുക്ക് കടലിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് പറയും. മോളെ സൂക്ഷിച്ച് പതുക്കെ പോകണമെന്നൊക്കെ പറയും. നല്ല രസമുണ്ട് സുഭാഷ് ഏട്ടാന്ന് പറയും. എന്ത് വലിയ തിരമാലയാണ് വരുന്നത്. അങ്ങനെ നികേഷും സുധീഷും നിധി എല്ലാം കൂടി കടപ്പുറത്ത് ഇങ്ങനെ പോയിരിക്കണം. അങ്ങനെ തിരമാലയൊക്കെ വരുമ്പോൾ ഒരു കാലൊക്കെ നനയ്ക്കുന്നുണ്ട്. ആ സമയത്ത് കപ്പലണ്ടിയൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ സുഭാഷ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് എന്താ പറയുക, മോളെ ഇതൊന്നും അല്ല തിരയൊക്കെ കാണണമെങ്കിൽ അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്കുള്ളൊക്കെ ബീച്ചിലൊക്കെ പോകണം, എന്ത് വലിയ തിരയാണ് ആണോ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറയും. നിധിയാണെങ്കിൽ അതെല്ലാം കേട്ടിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷിനൊക്കെ ദേഷ്യം വരും. സുധീഷ് എങ്ങനെയെങ്കിലും അവളോട് കുറച്ച് നേരം തനിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതി ഇരുന്നപ്പോൾ ഇങ്ങേരുടെ നോർത്ത് ഇന്ത്യയും ബീച്ചും എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ സുഭാഷ് ചേട്ടാ അത് കണ്ടില്ല, എന്താടാ ഞാൻ എങ്ങനെയെങ്കിലും നിധിയോട് അല്പനേരം ഒന്ന് മാറി ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ആ സമയത്ത് ഇങ്ങേര് വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞതോ അവളെ വിളിച്ചോണ്ട് പോയെന്ന് നോക്കാം. അവളാണെങ്കിൽ അതും കേട്ടോണ്ട് അവിടെ ഇരിക്കുവാന്ന് പറയും. എന്തോ ചെയ്യാൻ, ഇപ്പം ഞാനെന്തോ ചെയ്യാനാ? സുഭാഷ് ചേട്ടൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറ, എങ്ങോട്ടെങ്കിലും മാറ്റി വിളിച്ചുകൊണ്ട് പോകും, ഞാൻ അവളോട് കുറച്ചുകൂടെ സംസാരിക്കട്ടെ സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയും. ശരി എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് എന്നിട്ട്, അച്ഛാ എന്താ അച്ഛൻ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം, അല്ല ഞാൻ മോളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുമല്ലേ. അല്ല അതേ ഒരു കാര്യമുണ്ട്, അച്ഛനെങ്കിൽ വരാൻ പറയും. അങ്ങനെ എന്താ സുഭാഷ് ചേട്ടാ? ഒന്നുമില്ല മോളെ എന്ന് പറയും. ആ സമയത്ത് ഒരു ചെല്ലടാന്ന് പറയും. അങ്ങനെ പിന്നെ സുധീഷ് അങ്ങോട്ട് ചെല്ലും, എന്താ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഒന്നുമില്ല, വെറുതെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നിധി നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറയും. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് അങ്ങോട്ട് നടക്കുകയാണ്. ആ സമയത്ത് ചോദിക്കും, എന്താടാ? അവർ തമ്മിൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം സംസാരിക്കട്ടെ. അച്ഛൻ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സുധീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ ഇരുന്നാൽ നേരെ സംസാരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ബീച്ചിൽ വന്ന് സംസാരിക്കുന്നത്. അവർ കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് അടുക്കുന്നെങ്കിൽ അടുക്കട്ടെ എന്ന് പറയും. ശരി അപ്പം ഇനി ഞാൻ അതിൻ്റെ തടസ്സമാവുന്നില്ല എന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ അങ്ങോട്ട് പോകും. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോലീസുകാർ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, കൂടെ ഭാസ്കരനും ഉണ്ട്. എന്താന്ന് ചോദിക്കും. ഇതാരാ? ഇത് എൻ്റെ അച്ഛനാന്ന് പറയും.
അച്ഛനോ? ആ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരുന്നത്? അതോ ഇങ്ങേരെ അവിടെ പോയിരുന്ന് മദ്യപിക്കുമായിരുന്നു പറയും. മദ്യപിക്കുമായിരുന്നു? ആ ഇങ്ങേരെ മദ്യപിച്ചുകൊണ്ടെങ്ങാണോ ആ കടപ്പുറത്തെങ്ങാണോ ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പ്രശ്നമാവത്തില്ലെന്ന് നോക്കി. ഉടനെ നിധിയും സുധീഷും അല്ലാണ്ട് എച്ചാ എന്ത് പറ്റി? ആഹാ ഫാമിലി മൊത്തത്തിലാണോ ടൂർ ബീച്ച് ഔട്ടിങ്ങിന് വന്നേക്കുന്നത്, എന്നിട്ടാണ് ഇങ്ങേരെ അവിടെ പോയി ഒറ്റയ്ക്ക് മദ്യപിക്കുന്നത് ചോദിക്കും. അല്ല സാറേ ഒന്ന് മദ്യപിക്കുന്നുണ്ടതാ പ്രശ്നം, ഞാൻ മറ്റവർക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് വരുന്നില്ലേ മദ്യപിക്കുന്നതെന്ന് പറയും. ഓഹോ മദ്യപിച്ചതും പോരാ നിങ്ങൾ പിന്നെ സ്വയം ബാധിക്കുകയാണോ എന്ന് ചോദിക്കും. അയ്യോ സാറേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾ പോവുക, ഞങ്ങളിനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനെയും കൂട്ടി വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് നികേഷ് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇങ്ങനെയും കൂട്ടി എവിടെ യാത്ര പോകരുത്, എവിടെ പോയാലും കുളവാക്കും, ഏട്ടത്തിക്കല്ലായിരുന്നു നിർബന്ധം എന്ന് പറയും. അപ്പോഴത്തേക്കും നിധി ഭാസ്കരനെ നോക്കുവാണ്. ഭാസ്കരനെ കുനിഞ്ഞങ്ങ് നിൽക്കും. അങ്ങനെ വീട്ടിൽ വരും. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഹരീഷ് വരും. എങ്ങനെ ഉണ്ടായിരുന്നു ഔട്ടിങ്ങൊക്കെ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചില ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയും. എന്ത് പ്രശ്നം? അങ്ങനെ ബീച്ചിൽ പോയിരുന്ന് ഭാസ്കരൻ മദ്യപിച്ച കാര്യം പോലീസുകാരെ പിടിച്ചോണ്ട് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 ദിവസം അതൊക്കെ കഴിയും. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുധീഷിനൊരു ഫോൺ കോൾ വരും. അത് വക്കീലിൻ്റെ ആണ്. അത് ചോദിക്കും സുധീഷല്ലേ? അതെ ഞാൻ അഡ്വക്കേറ്റാണ് വിളിക്കുന്നത്. നിങ്ങൾ കേസിൻ്റെ കാര്യം ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങൾ രണ്ടുപേരും വക്കീൽ ഓഫീസ് വരെ വരണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് നല്ല ടെൻഷനാവുകയാണ്. ഒരു സന്തോഷമായിട്ടൊക്കെ വന്നതായിരുന്നു. അപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് വക്കീലും വിളിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.